بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം പുണ്യകരമായി പഠിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി ആരാധനാ കർമ്മങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായ പുണ്യകരമായ ഒരാരാധനാ കർമ്മമാണ് ഉളഹിയ്യത്ത് അഥവാ ബലികർമ്മം എന്നുള്ളത്. തനിക്ക് ധാരാളമായി അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് കീഴൊതുങ്ങിക്കൊണ്ടും അവൻ്റെ മാർഗത്തിൽ തൻ്റെ സമ്പത്ത് ചെലവഴിക്കുന്നതിൻ്റെ ഭാഗമായി ബലിയറുക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വന്തം മകനെ അള്ളാഹുവിന് സമർപ്പിക്കുവാൻ പോലും തയ്യാറായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ മഹത്വവും പ്രാധാന്യവും ഉളഹിയ്യത്തിന് അവർ കൽപ്പിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ് അവൻ ബലിയറുക്കേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഫസല്ലി ലി റബ്ബിക വൻഹർ, നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സൂറത്തുൽ അൻആമിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രവാചകരെ പറയുക, തീർച്ചയായും എൻ്റെ നമസ്കാരം, എൻ്റെ ബലിയറുക്കൽ, അതുപോലെ തന്നെ എൻ്റെ ജീവിതവും എൻ്റെ മരണവുമെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. അതിനാൽ തന്നെ അള്ളാഹുവിന് വേണ്ടിയാണ് ബലിയറുക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നാമത്തിലല്ലാതെ അറുക്കപ്പെട്ടത്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അറുക്കപ്പെട്ടത് ഭക്ഷിക്കുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. ഈ ഒരു മഹത്തരമായ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഹലാലായ സമ്പാദ്യം കൊണ്ട് നാം വാങ്ങിയതോ ഹലാലായ മാർഗത്തിൽ നമുക്ക് ലഭിച്ചതോ ആയിരിക്കണം ബലിയറുക്കുന്ന മൃഗം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഓരോ ബലിമൃഗത്തിനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രായപരിധികളുണ്ട്. ആ പ്രായമെത്തിയ ബലിമൃഗത്തെയാണ് നാം ബലിയറുക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ടത് എന്നർത്ഥം. മൂന്നാമത്തെ ഒരു കാര്യം, ബലിയറുക്കുവാൻ ഉദ്ദേശിക്കുന്ന ബലിമൃഗത്തിന് യാതൊരു തരത്തിലുമുള്ള ന്യൂനതകൾ ഉണ്ടാകുവാൻ പാടില്ല. എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഉള്ള ബലിമൃഗത്തെ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ ആടിനെയോ അല്ലെങ്കിൽ മാടിനെയോ ഒട്ടകത്തെയോ ആണോ ഇതിന് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല തുടുത്ത മാംസമുള്ള 2 ആടുകളെ അറുത്തതായിക്കൊണ്ട് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാലാമത്തെ ഒരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബലിയറുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ പിറന്നത് മുതൽ ബലിയറുക്കുന്ന സമയം വരെയും അവരുടെ നഖങ്ങളോ മുടിയോ ശരീരത്തിലെ മറ്റു രോമങ്ങളോ നീക്കം ചെയ്യുവാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ബലിയറുക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ, ആഗ്രഹിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ അവരുടെ നഖമോ മുടിയോ മറ്റു രോമങ്ങളോ ഒന്നും തന്നെ ബലിയറുക്കുന്നത് വരെ നീക്കം ചെയ്യാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ഒരു കാര്യം, ബലിയറുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിമൃഗത്തിൻ്റെ മാംസമോ അതിൻ്റെ രക്തമോ അല്ല കണക്കാക്കുന്നത്, മറിച്ച്
അത് അറുക്കുന്നവന്റെ തഖ്വയാണ് എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബലിയറുക്കുന്ന ആളുകളിൽ നിന്ന് അവർ അറുത്ത മൃഗത്തിന്റെ മാംസം എത്രയുണ്ട്, അതിൻ്റെ രക്തം എത്രയുണ്ട് എന്നതല്ല അള്ളാഹു കണക്കാക്കുന്നത്. മറിച്ച് അവരുടെ ഉള്ളിലുള്ള വിശ്വാസമാണ്, സൂക്ഷ്മതാ ബോധമാണ് അള്ളാഹു കണക്കാക്കുന്നത് എന്നതാണ്. പല ആളുകളും അതിൻ്റെ പേരിൽ പൊങ്ങച്ചം നടിക്കാറുണ്ട്. ഞാൻ അറുത്ത ബലിമൃഗത്തിന് ഇത്ര മാംസമുണ്ടായിരുന്നു, അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വലുതായിരുന്നു ഇപ്രാവശ്യം ഞാൻ തെരഞ്ഞെടുത്തത് എന്ന പേരിലൊക്കെ പൊങ്ങച്ചം പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ അതിന് ഇത്ര കിൻഡൽ മാംസം ഉണ്ടായിരുന്നു, ഇത്ര ആളുകൾക്ക് അത് കൊടുക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് അവരുടെ ഹൃദയത്തിലുള്ള തഖ്വയാണ്. അതിൻ്റെ വലിപ്പമോ അതിൻ്റെ ഭംഗിയോ അതിനെത്രത്തോളം മാംസം ലഭിച്ചുവെന്നോ അതിനെത്ര രക്തമുണ്ടായിരുന്നോ എന്നത് അല്ലാഹു കണക്കാക്കുന്നില്ല. അതിനാൽ തന്നെ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ലോകമാന്യത കടന്നു വരുന്നതിനെ നാം ഭയപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും ഇത്തരത്തിലൊരു ബലിമൃഗത്തെ അറുക്കുവാനുള്ള അല്ലെങ്കിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഓഹരികളിൽ പങ്കുചേരാൻ സാധിക്കുന്ന തരത്തിലുള്ള പണമുണ്ടെങ്കിൽ ഈ മഹത്തരമായൊരു കർമ്മത്തിനു വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട്. ഏറ്റവും പ്രബലമായ സുന്നത്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്ന്, അവൻ അനുഗ്രഹമായി നമുക്ക് നൽകിയ ധനത്തിൽ നിന്ന് അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ ഒരിക്കലും തന്നെ മടി കാണിക്കുവാൻ വിശ്വാസികൾ തയ്യാറാവുകയില്ല. ആയതിനാൽ ആർക്കെങ്കിലും അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അതിനുവേണ്ട പണവും ഉണ്ടെങ്കിൽ അവർ ഒരു ബലിമൃഗത്തെ അറുക്കുവാൻ അല്ലെങ്കിൽ അതിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഓഹരിയിൽ ഉൾപ്പെടുവാൻ വേണ്ട ശ്രമങ്ങൾ നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.